കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതൊരു കണക്കിന് നന്നായി. അവളായിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞല്ലോ. ഞാനോ നീയോ പറഞ്ഞാണ് ഗായത്രിയമ്മ അറിഞ്ഞെങ്കിൽ ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന് അവളാക്കി തീർത്തേനെ. പിന്നെ ഞാൻ നിന്നെയും വിളിച്ചോണ്ട് പോകാൻ തുടങ്ങിയ കാര്യം തെറ്റ് അവളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവളെ ഒന്ന് നാണം കെടുത്താന്ന് കരുതിയിട്ടാ. എന്നിട്ട് എന്തായി? രഹസ്യമായി നമുക്ക് കിട്ടിയത് പരസ്യവുമായി. എല്ലാം കൂടി അവള് നമ്മുടെ തലയിൽ കൊണ്ടിടുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തോടെ ഒന്നുറപ്പാ, ആരോഗ്യപരമായാലും നിന്ന് നിപ്പില് കാലുമാറലായാലും അവളുടെ അത്രയും നമ്മളെ കൊണ്ട് പറ്റില്ല. ഇനി ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒപ്പിച്ചോണ്ട് ചെന്നാ നമുക്ക് ഇനിയും കിട്ടും. ഇനി കിട്ടില്ല. ഇനി അവളെ രാജലക്ഷ്മി കൊടുക്കാൻ പോകുന്നത് അത്ര പെട്ടെന്ന് പൊട്ടിച്ചറിയാൻ പറ്റുന്ന കുരുക്കലാവില്ല. അമ്മ എന്താ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നാളെ ഈ വീട്ടിൽ ഒരു പൂജ നടക്കാൻ പോവല്ലേ. ഈ കുടുംബത്തിന്റെ വിഘ്നങ്ങളെല്ലാം മാറി നല്ലത് വന്ന് ഭവിക്കാൻ മാത്രം ഗായത്രിയമ്മ നടത്തുന്ന പൂജ. വിഘ്നങ്ങൾ മാറാൻ പോകുന്നതും നല്ലത് വന്ന് ഭവിക്കാൻ പോകുന്നതും എനിക്കും നിനക്കുവാ. മുന്നിലുള്ളൊരു വിഘ്നത്തെ നാളെ നമുക്കങ്ങ് തീർത്തേക്കാം. എന്ന് പറഞ്ഞ കൊല്ലണം. ഇന്നൊരു രാത്രി കൂടി മതി അവൾക്ക് ആയുസ്. നമ്മളെ കൈവച്ചവൾ 24 മണിക്കൂർ തികയ്ക്കരുത്. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഇനി അങ്ങോട്ട് പറച്ചിലൊന്നുമില്ല. നാളെ ഈ രാജലക്ഷ്മി ചെയ്ത് കാണിച്ചു തരാം. നാളെ ഈ നേരം ഈ വീട്ടിൽ അലമുറകൾ ഉയരും. കൂരയ്ക്ക് മീതെ ചാഞ്ഞ അത് ചന്ദനമരമാണെങ്കിലും കടക്കിലെ വെട്ടി താഴെയിടണം. അവള് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നിനക്ക് സമാധാനം ഉണ്ടാവില്ല. നിന്റെ എല്ലാ പ്രശ്നങ്ങളും നാളത്തെ പൂജ കഴിയുമ്പോ തീരും. ഇപ്പൊ അമ്മ പറയുന്നത് പോലെ ആണെങ്കിൽ തന്നെ ശ്രീലക്ഷ്മിക്ക് പകരം നാളെ ഒരു സമയം വേറെ ആരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരില്ലേ? വരില്ല. നാളെ ശ്രീലക്ഷ്മി മരിക്കുന്നതോടെ രവിവർമ്മന് ഭാര്യ വാഴില്ലെന്ന് സ്ഥാപിക്കുക കൂടി ചെയ്യും നമ്മള്. ശ്രീലക്ഷ്മിയുടെ ജീവനെടുത്തും ബാക്കിയുള്ളവരെ മാനസികമായി തളർത്തിയും നമ്മൾ നമ്മുടെ വിജയം നേടിയെടുക്കും. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജാതകം നാളെ മുതൽ അങ്ങോട്ട് മാറ്റി എഴുതാൻ പോവാ ഈ രാജലക്ഷ്മി.
ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇത്ര അടുത്താണോ ആശം വന്ന് കിടന്നത്? ആ അതെ അതെ. ഇന്നലെ രാത്രി താൻ തന്നെ ഇവിടെ ഒന്ന് കിടക്കാൻ പറഞ്ഞ. അത് രാത്രിയല്ലേ? എന്നിട്ട് നേരം വെളുത്തിട്ട് എണീറ്റ് പോവാത്ത എന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. ആ അപ്പൊ എന്തോ കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്ത് കാര്യം? കണ്ണടച്ച് ഇഷ്ടമുള്ള ആളെ ഓർക്കാൻ പറഞ്ഞില്ലേ? ആ ശരി, അതെല്ലാം കഴിഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ എന്നാ നമ്മൾ ചോദിച്ചതിന്റെ അർത്ഥം. ആ എണീറ്റ് പോകാൻ തുടങ്ങിയതാ. അപ്പോ താൻ അപ്പൊ നമ്മള് അപ്പൊ താൻ കൈയെടുത്ത് നെഞ്ചത്ത് വെച്ചു. കയ്യല്ലേ, അതെടുത്ത് മാറ്റിയിട്ട് പോണായിരുന്നു. അപ്പോഴേക്കും കാലെടുത്ത് വെച്ച് എനിക്ക് പോകാനാകാത്ത വിധം എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞല്ലേ? ഒരുമാതിരി കത്രിക പൂട്ടിട്ട് പൂട്ടുന്ന പോലെ. നേരാണോ ആശം പറയണത്? ഞാൻ കള്ളം പറയാറില്ല. അതിന് താൻ ഇത്ര ഡെസ്പറേറ്റ് ആകേണ്ട കാര്യമൊന്നുമില്ല. എന്തോന്ന്? അതാ ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയായിരുന്നു. എങ്ങനെ വിഷമിക്കാതിരിക്കും? വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്. കളരി പഠിച്ചോണ്ട് പറ്റിപ്പോയത് ആശാനെ. സാരല്ലോ, ഇനി മുതൽ ഞാനത് ശ്രദ്ധിച്ചോളാം. എങ്ങനെ 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 ഇനി മുതലോ? ആ അപ്പൊ ഇത് സ്ഥിരം പരിപാടി ആക്കാനാണോ ഉദ്ദേശം? നമ്മുടെ അടുത്ത് കിടക്കുന്ന ആളുടെ ദേഹത്ത് ചിലപ്പോ നമ്മള് കൈയും കാലും ഇട്ടുന്ന് വരും. അത് നമ്മുടെ ശീലമായി പോയി. അതാ ഞാൻ പറഞ്ഞത്, അത് സാരല്ലെന്ന്. ഈ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും. തന്റെ ശീലങ്ങൾ എന്തായാലും അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടോളാം. അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ആശ നമ്മളോടല്ല, ആശാന്റെ ഭാര്യയോട് വേണം പറയാൻ. അമ്പടക്കേമാ, നമ്മള് കണ്ണമ്മ, മുകളിൽ ആകാശവും താഴെ ഭൂമി എന്നും പറഞ്ഞ് ജീവിക്കുന്ന ഹസ്തനപുരി കണ്ണമ്മ. ആരായാലും സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരർത്ഥമേ ഉള്ളൂ. അത് താൻ പറഞ്ഞത് തന്നെ ഉണ്ട്. വേർപിരിയാനാകാത്ത രണ്ട് സംഭവങ്ങൾ, ഭൂമിയും ആകാശവും. ഒരിക്കലും ഒന്നാകില്ല എന്നറിഞ്ഞിട്ടും മഴയായി പെയ്തിറങ്ങി ഭൂമിയെ പ്രണയിക്കുന്നുണ്ട് ആകാശം എപ്പോഴും. അതറിയാമായിരുന്നിട്ടും ഭൂമി ആ മഴത്തുള്ളിയെ ഉള്ളിൽ ഒതുക്കി വെച്ച് മൗനമായി പ്രണയിക്കുന്നു. എന്ന് കരുതി ഭൂമിക്ക് ആകാശത്തെ ഇഷ്ടമല്ല എന്നല്ല. ഒരാളോടുള്ള ഇഷ്ടവും അനുഭവവും പ്രകടിപ്പിക്കേണ്ടത് സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് അയാളെ വലിച്ചഴച്ച് കൊണ്ടുവന്നിട്ടല്ല, അവരുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നുകൊണ്ടാവണം. അതല്ലേ ശരി? ആ അതെ അതെ. ഒന്ന് നിർത്താവോ? നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഒരു തരത്തിലും പിടികിട്ടാത്ത മറുപടിയാ ആശാൻ പറയണത്. ആശാൻ പറയണത് പലതും കേൾക്കാനേ പറ്റുന്നുള്ളൂ, മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നേ ഇല്ല. അതുകൊണ്ട് ഇമ്മാതിരി വർത്താനം നമ്മളെടുത്ത് ദയവായിട്ട് പറയരുത്. പതുക്കെ. ചേട്ടാ, ചേട്ടാ ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരുന്നോ. മോൾ എവിടെ ഇരുന്നോ. ഞാൻ ദേവി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാം. ശരി ശരി. അങ്കിൾ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ചോദിക്കുകയാണ്,
നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതാരുടെ വീടാ? നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? എല്ലാം പറയാം. നീ ശ്രീലക്ഷ്മിയുടെ വലിയ കൂട്ടുകാരിയല്ലേ? അതാ ദീപുവിനെ വിളിക്കാതെ നിന്നെ തന്നെ വിളിച്ചോണ്ട് വന്നത്. പറയുന്നതൊക്കെ നീ കേക്കണം, കേട്ട് ഞെട്ടണം, എല്ലാം കണ്ടറിയുകയും വേണം. പതുക്കെ വാ. മോൾ ഇവിടെ ഇരിക്കേ. വിക്രമൻ ചേട്ടാ, ദേവിക്കുഞ്ഞ് വന്നു. കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുടെ അടുത്ത കൂട്ടുകാരിയും അമ്മാവനും നമുക്കെന്തോ പ്രയോജനമുള്ള കാര്യമായിട്ടാ വന്നെന്ന് അമ്പിളിച്ചേച്ചി പറഞ്ഞു. പിന്നെ ചേട്ടനും എന്നെ പോലെ കാഴ്ചയില്ലെന്നും. എന്റെ കാഴ്ചയുടെ കാര്യം എന്താവെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വന്ന കാര്യം കഴിയുമ്പോ പണം കിട്ടുമല്ലോ, അതോടെ ഓപ്പറേഷനും നടക്കും, കാഴ്ചയും കിട്ടും. അങ്ങനെ ഒരു വിശ്വാസത്തിലാ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത്. എന്നാലും നിങ്ങളുടെ ഒരു ഭാഗ്യം നോക്കണേ. മഹാലക്ഷ്മി പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ അല്ലേ കാര്യങ്ങൾ നടക്കുന്നത്? സത്യം. ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും കൊണ്ട് മാത്രം ഇത്. അല്ലെങ്കിൽ രവിവർമ്മൻ സാറിന്റെ മരിച്ചുപോയ ഭാര്യയെ പോലെ കൺമണി ഇരിക്കാനും സാർ അവളെ കാണാനും ഭാര്യയായി അഭിനയിക്കാൻ എന്റെ കൺമണി സമ്മതിച്ചതും എല്ലാം ഒരു ഭാഗ്യമല്ലേ? കൺമണി ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. അതിന്റെ ഒരു പേടിയുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ അച്ഛനെയും അമ്മയും എല്ലാം സാറ് ഫോട്ടോ കാണിച്ചു കൊടുത്തു എന്നാ അവള് പറഞ്ഞത്. ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവള് ശ്രീലക്ഷ്മി തന്നെയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. 2 മാസത്തേക്കാ കരാറ്. അപ്പോഴേക്കും രവി സാർ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുന്നാ പറഞ്ഞത്. എല്ലാം ശരിയായി വരുമായിരിക്കും. വെൽക്കം ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ശരിക്കും ട്രീറ്റ്മെന്റിലാണ് കൃഷ്ണ. വീണ ഷോക്കിൽ പലരെയും ഓർമ്മയില്ല. ആ അത് സത്യം, ഓർമ്മപ്പെശ കൊണ്ട്. എന്റെ മരുമോൾ കൃഷ്ണയും ശ്രീലക്ഷ്മിയും കൊച്ചിലെ മുതലേ വലിയ കൂട്ടുകാരായിരുന്നു. ഞങ്ങളുടെ കുടുംബവും ശ്രീലക്ഷ്മിയുടെ കുടുംബവും ഒരു കുടുംബം പോലെയാ. അവർക്ക് നല്ലത് വരാൻ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അമ്പിളി ചേച്ചി പറഞ്ഞിരുന്നു. അതുകൊണ്ടാ നിങ്ങളോട് ഞാൻ എല്ലാം പറഞ്ഞത്. വേറെ ആരോടും നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളും ആരോടും പറയരുത്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അമ്പിളി അകത്തേക്ക് പൊയ്ക്കോളൂ. വാ മണി. പ്രശ്നമോ? എന്ത് പ്രശ്നം? അയ്യോ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കൃഷ്ണയ്ക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അത് ശ്രീലക്ഷ്മി അല്ലെന്ന്.
രക്തബന്ധങ്ങളെക്കാൾ ചിലപ്പോൾ വലുതായിരിക്കുമല്ലോ സുഹൃത്ത് ബന്ധങ്ങൾ. അതായിരിക്കും ഇവൾക്കത് ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് മനസ്സിലായത്. ഇവൾ വന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാനും വിശ്വസിച്ചില്ല. പിന്നെ ശ്രീലക്ഷ്മിയുടെ ചില സംസാര രീതികളും മറ്റും കേട്ടപ്പോ എനിക്കും പന്തികേട് തോന്നി. അങ്ങനെ ഞാൻ തിരക്കിയപ്പോഴാ സംഭവം അറിയുന്നത്. ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നാളെ വേറെ ആർക്കെങ്കിലും മനസ്സിലായാൽ അതോടെ തീരും. വയ്യാതെ കിടക്കുന്ന സുദർശന് വേണ്ടി ചെയ്തതാണെങ്കിലും സത്യം അറിയിപ്പോ ആദ്യം ഡിമ്മാവുന്നത് അങ്ങേരായിരിക്കും. അയ്യോ ചേട്ടാ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ആ അതിനാ ഞങ്ങൾ വന്നത്. വർമ്മൻ വില്ലയിൽ കാഞ്ഞ ഒരു വിത്തുണ്ട്. രേഖ മാഡം കള്ളത്തരം കണ്ടുപിടിക്കാൻ മിടുമിടിക്കുക. പക്ഷേ പാവ, അവരോടും അവരുടെ അമ്മയോടും ഒന്നും ഒളിച്ചു വയ്ക്കുന്നത് അവർക്കിഷ്ടമല്ല. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കൺമണി ശ്രീലക്ഷ്മിയെ പോലെ അഭിനയിച്ച് ഫലിപ്പിക്കണം. അതിനവളുടെ സംസാര രീതിയും എല്ലാം കൺമണി പഠിക്കണം. അത് കൃഷ്ണയെ കൊണ്ട് നമുക്ക് പഠിപ്പിക്കാം. രണ്ട്, വളരെ പ്രധാനമാണ്. അവിടുത്തെ രേഖാമേടത്തോടും അമ്മയോടും നമുക്കായിട്ട് തന്നെ ഉള്ള സത്യങ്ങൾ പറയാം. അവരോടുള്ളത് പറഞ്ഞ പിന്നെ നമ്മൾ ഒന്നും അറിയണ്ട. എല്ലാം അവര് നോയിക്കോളും. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എന്തിനായാലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ത്രിവിക്രമൻ ചേട്ടൻ പറയുന്ന പോലെ ആണെങ്കിൽ, കൺമണിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് അവിടം വരെ ഒന്ന് പോകാം. ഈ സമയത്താവുമ്പോ വേറെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് രേഖാമേടത്തോട് കാര്യം അവതരിപ്പിച്ച അത്രയും സമാധാനമായല്ലോ. ഞാനും കൃഷ്ണയും കൂടി വരാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഒരു നല്ല കാര്യത്തിനല്ലേ. കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരമില്ല. ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടേന്ന് എനിക്കറിയില്ല. അയ്യോ, നന്ദിയൊന്നും വേണ്ട. എങ്കിൽ ഞാൻ റെഡിയായിട്ട് വരാം. ശരി ശരി. അമ്പിളി ചേച്ചി, ചേച്ചി മോളെ, എന്നെ ഒന്ന് മുറിയിലേക്ക് ആക്കിക്കോ. അങ്കിൾ, എന്താ ഇതൊക്കെ? നീ കേട്ടില്ലേ ആ കുട്ടി പറഞ്ഞത്? രവിവർമ്മനോടൊപ്പം തിരിച്ചു വന്നിരിക്കുന്നത് നിന്റെ കൂട്ടുകാരി ശ്രീലക്ഷ്മി അല്ല, നീലഹസ്തിയിലുള്ള കണ്ണമ്മ എന്ന കൺമണിയാണെന്ന്. അതെങ്ങനെ ശരിയാകും? നീയും കൂടി കേട്ട് ബോധിക്കാനാ നിന്നെയും കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോഴും നിനക്ക് വിശ്വാസമില്ലേ? ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനാ? എനിക്ക് ഉറപ്പാ അത് ശ്രീലക്ഷ്മി തന്നെയാ. അതുകൊണ്ട് ഞാൻ വരുന്നില്ല അങ്ങോട്ട്. ഇപ്പൊ നീ ഇവിടെ കേട്ടത് വർമ്മൻ വില്ലയിൽ നീ കാണാൻ പോവുക. ആൾമാറാട്ടം നടത്തി പാവം സുദർശനെയും സരോജത്തെയും പറ്റിക്കുകയല്ലേ അവര്. ഇനി നാളൊരു സമയം ശരിക്കും ശ്രീലക്ഷ്മി തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും?